കേരളത്തിൽ 3,60,00,000 ആളുകളുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ കഴിഞ്ഞ 2011 സെൻസസ് വന്നപ്പോൾ 3,30,00,000 പിന്നെ അത് 3,60,00,000 ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു 35,00,000 ആളുകൾ NRIക്കാരുണ്ട്. അപ്പോൾ അവരും ചിലപ്പോൾ ഈ സെൻസസിൽ വന്നിരിക്കും. വീട്ടിൽ ചെല്ലുമ്പോൾ NRIക്കാർ സെൻസസിൽ അവരും വന്നിരിക്കും. അപ്പോൾ അതെന്നാൽ മാറ്റി നിർത്താം, ഒരു 35,00,000. അപ്പോൾ 360 നിന്ന് 35 മാറ്റിയാൽ എത്ര വരും? 325. അങ്ങനെ വരുമ്പോൾ പക്ഷേ ഒരു 35,00,000 ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നെല്ലാം കൂടെ വന്നിട്ടുണ്ട്. 10-15 ബംഗാളികൾ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ആസാമിൽ നിന്നുള്ള ആളുകൾ ഒരു 8,00,000 ഉണ്ട്. പിന്നെ മറ്റ് എല്ലാം കൂടി ഒരു 10-35 മറ്റുള്ള സംസ്ഥാനക്കാരുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ അറ്റ് പ്രസൻറ്റിൽ 3,60,00,000 ആളുകൾ താമസിക്കുന്നുണ്ട്. ഇത് കേരളം പോലുള്ള ഒരു ചെറിയ ഭൂമിശാസ്ത്ര പ്രദേശമെടുത്താൽ ജനസാന്ദ്രതയിൽ വലിയൊരു സ്റ്റേറ്റാണ്. ഈ 3,60,00,000 ആളുകളിൽ 5-5.5 ലക്ഷം ഉദ്യോഗസ്ഥരുണ്ട്. പിന്നെ കുറേ പെൻഷൻകാരുണ്ട്. അവരെ മാറ്റി നിർത്തുക. ഉദ്യോഗസ്ഥരിൽ തന്നെ ഓട്ടോണമസ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, EPF കിട്ടുന്നവർ, ESI ആനുകൂല്യങ്ങൾ കിട്ടുന്ന അങ്ങനെ കുറച്ച് വിഭാഗക്കാരുണ്ട്. അവരെല്ലാം നാമമാത്രമായ പെൻഷൻ കിട്ടുന്നവരാണ്. ആ പെൻഷൻ കൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്നവരല്ല. അത് കഴിഞ്ഞ് വരുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. കേരള സർക്കാരിൻ്റെ കണക്കുകൾ അനുസരിച്ച് തന്നെ 1,05,00,000 ആളുകൾ, ചെറിയ സംഖ്യയല്ല. 3,60,00,000-ൽ 1,05,00,000 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 30-35% ആളുകൾ, 1,05,00,000 ആളുകൾ വലിയ ദാരിദ്ര്യത്തിലും പട്ടിണിയിലുമാണ് കഴിയുന്നത്. അതിൽ 300 രൂപയ്ക്ക് ജോലി ചെയ്യുന്നവരുണ്ട്, 250 രൂപയ്ക്ക് ജോലി ചെയ്യുന്നവരുണ്ട്, അതിൽ 500 രൂപയ്ക്ക് ജോലി ചെയ്യുന്നവരുണ്ട്. ആശാ വർക്കേഴ്സിനെ പോലെയുള്ള ആളുകൾ അതിനകത്തുണ്ട്. 13,000 രൂപ മാത്രം വാങ്ങുന്ന അംഗനവാടികൾ അതിനകത്തുണ്ട്. 8,000-9,000 കിട്ടുന്ന അംഗനവാടി ഹെൽപ്പർമാർ അതിനകത്തുണ്ട്. പിന്നെ ക്രഷ് തൊഴിലാളികളുണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളികളിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുണ്ട്. അങ്ങനെ 1 കോടി ആളുകൾ, 1,05,00,000 ആളുകൾ കേരളത്തിൽ അർത്ഥപട്ടിണിക്കാരോ നിത്യപട്ടിണിക്കാരോ ആണ്. കേരളത്തിൻ്റെ ആത്മാഭിമാന ബോധമുണ്ട്. കേരളത്തിന് ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം, ഒരു ആത്മാഭിമാന ബോധമുള്ള ഒരു സമൂഹമാണ്. ഇവിടെ കീറിയ ബനിയനും മോശപ്പെട്ട അടിവസ്ത്രങ്ങളും ഇട്ടുകൊണ്ട് നല്ലത് പുറത്തിട്ട്, അങ്ങനെ വളരെ ബോഡിയോട് ചേർന്ന് കിടക്കുന്നത് അഴുക്കായാലും പുറത്ത് നല്ലത് കാണിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു മലയാളിയുടെ വേറൊരു തരത്തിലുള്ള ഒരു ചിന്തയും ഒരു വേറൊരു ആത്മാഭിമാന ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ തൊഴിലെടുക്കുവാനോ ഇവിടെ എനിക്ക് പട്ടിണിയുണ്ടെന്ന് പറയുവാനോ ആരും ഇഷ്ടപ്പെടുന്നില്ല. സർക്കാർ ഓഫീസ് എടുത്താൽ അവിടെ കരാറിൽ പ്രവർത്തിക്കുന്ന, ദിവസക്കൂലി കരാറിൽ പ്രവർത്തിക്കുന്ന ആളും വളരെ വലിയ വസ്ത്രവും നല്ല ടിപ്പ് ടോപ്പായിട്ടാണ് പോകുന്നത്. അങ്ങനെ പോകണ്ടെന്നല്ല, പക്ഷെ അങ്ങനെ പോകുമ്പോൾ അദ്ദേഹം ഒരു സാധാരണ ഉദ്യോഗസ്ഥനാണെന്നോ ശമ്പളം കുറഞ്ഞ ആളാണെന്നോ മറ്റൊരാളിന് അറിയാനും പറ്റില്ല. ആ ക്ലോസാണ് ഞാനെടുത്തത്. അല്ലാതെ പോകുന്നതിലുള്ള കുഴപ്പമില്ല. ആർക്കും നല്ല ഇഷ്ടപ്പെട്ട വസ്ത്രമൊക്കെ ധരിച്ച് എത്ര ദരിദ്രനും നല്ല സോട്ടും കൂട്ടുകൂട്ട് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. യവൻ കരാർ ഉദ്യോഗസ്ഥനാണ്, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവനാണ്, എത്രയോ വർഷമായി കരാർ നിൽക്കുന്ന ആളാണ്, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അവിടുത്തെ ഡയറക്ടറെക്കാളോ വലിയ വലിയ ആളുകളെക്കാളും ഒക്കെ വലിയ ശമ്പളം വാങ്ങുന്ന ആളുകളെക്കാളൊക്കെ നല്ല ടിപ്പ് ടോപ്പിലായിരിക്കും നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇതൊരു ആത്മാഭിമാന ബോധത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഇതിനെയാണ് മലയാളിയുടെ നമ്മുടെ ഇവിടുത്തെ ഭരണകൂടങ്ങൾ ആരായാലും ചൂഷണം ചെയ്യുന്നത്. ഫ്ലോട്ടിംഗ് പീപ്പിൾ എന്ന് പറഞ്ഞൊരു പഞ്ചായത്ത് എടുത്താൽ ആശാ വർക്കേഴ്സ്, അങ്കണവാടി വർക്കേഴ്സ്, ഹെൽപ്പേഴ്സ്, അതുപോയിട്ട് തന്നെ തൊഴിലുറപ്പ് വേറൊരു സ്കീമാണ്, അതുപോയിട്ട് പിന്നെ സാക്ഷരതാ പ്രേരകന്മാർ, ക്രഷ് തൊഴിലാളികൾ, അങ്ങനെ തുടങ്ങി വലിയ ഒരു വിഭാഗമാണ്. പിന്നെ മഹിളാ സമിതിയുടെ ആളുകൾ എന്ന് പറയുന്നു. അങ്ങനെ കുറച്ച് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് വോളണ്ടിയർമാരായി. പിന്നെ അല്ലാതെ SC/ST പ്രൊമോട്ടർമാരെന്ന് പറഞ്ഞ് കുറച്ച് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഹരിതകർമ്മസേന എന്ന് പറഞ്ഞ് കുറച്ച് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഏത് പഞ്ചായത്ത് എടുത്താലും കുറേ ഫ്ലോട്ടിംഗ് പീപ്പിളുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ ഒന്നുകിൽ ഇൻസെൻറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ വോളണ്ടറി ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയ ഓണറേറിയം വാങ്ങുന്നവരായിരിക്കും. എന്തായാലും വർത്തമാനകാലത്തെ ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനും അതിൻ്റെ സ്റ്റാറ്റസ് അനുസരിച്ച് ജീവിക്കാനും പറ്റുന്ന തുകയല്ല അവർക്ക് കിട്ടുന്നത്. എന്നിട്ടും കേരളം നമ്പർ 1 എന്ന് നമ്മൾ പറയുമ്പോൾ
ഇത് മാറി ചിന്തിക്കേണ്ട സമയമായി. നമ്മൾ ഒന്നായിട്ട് നിൽക്കുന്ന, ഒന്നെന്ന് പറയുന്ന സ്ഥലത്ത് ഒന്നായിക്കോട്ടെ. സാക്ഷരതയുടെ കാര്യത്തിൽ നമ്മളെക്കാൾ ഇപ്പം മിസോറാം മുന്നോട്ട് പോയി എങ്കിലും നമ്മൾ ഒന്നാണ്. പറയാം, നമുക്ക് ശരിയാണ്, ഒരുപാട് പേര് അക്ഷരം പഠിപ്പിച്ചു നമ്മൾ. 2, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി, ശിശുമരണ നിരക്ക്, ഗർഭിണികളുടെ മരണനിരക്ക്, മുലയൂട്ടുന്ന അമ്മമാരുടെ മരണനിരക്ക്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് അന്താരാഷ്ട്ര തലങ്ങളെക്കാൾ നമ്മൾ താഴെ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ അത്ര ഉയർന്ന നമ്പറിലല്ല. പക്ഷേ അന്തസ്സായി ജീവിക്കാനുള്ള, ഡിഗ്നിറ്റിയോടുകൂടി ജീവിക്കാനുള്ള പണം അല്ലെങ്കിൽ തൊഴിൽ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങൾ എല്ലാവർക്കും ഉറപ്പാക്കുന്നതിൽ കേരളം ഇപ്പോഴും വളരെ പിന്നിലാണ്. എന്നിട്ട് നമ്മൾ മുന്നിലാണ് എന്ന് പറയുന്നത് ഒരു പുകമറ സൃഷ്ടിക്കലാണ്. ഞാൻ പറഞ്ഞതുപോലെ അകത്ത് മോശപ്പെട്ട വസ്ത്രമിട്ടിട്ട് പുറത്ത് നമ്മൾ പൗഡർ പൂശി അല്ലെങ്കിൽ സെൻ്റടിച്ച് നമ്മളാണ് മിടുക്കർ എന്ന് പറയുന്ന ഒരു അപകർഷതാബോധത്തിലൂന്നിയ ഒരു സമൂഹമാണ് മലയാളി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇത് വളരെ വ്യത്യസ്തമായൊരു വിഷയമാണ്. കേരള സമൂഹം തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട പുതിയൊരു മേഖലയാണ്.